ഗൈസ്, ഞാൻ തിരുവനന്തപുരത്തെത്തി. ഇപ്പം ഓട്ടോയിൽ ഹോസ്റ്റലിൽ പോവാണ്. ഇത് മൈസെൽഫ്. പിന്നെ ഹോസ്റ്റലിലെത്തി. ഇതാണ് ഹോസ്റ്റലിലെ റൂം. ഞാനൊരു കൃഷ്ണനെയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ കാണാം. ഓക്കെ. ഇവിടെ ബിരിയാണിയും സാലഡും അച്ചാറും പിന്നെ ചിക്കൻ കറിയുമാണ് ഉച്ചയ്ക്കത്തെ ഫുഡ്. വൈകുന്നേരം പെട്ടെന്നൊരു മഴ പെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇന്ന് രാത്രിയിലത്തെ ഫുഡായിരുന്നു ഇടിയപ്പവും ഉള്ളിക്കറിയും. പക്ഷേ ഉള്ളിക്കറിക്ക് നല്ല എരിവുണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഉള്ളിക്കറി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ഇടിയപ്പം കഴിച്ചു. ഇത് ഹോസ്റ്റലിലെ ഒരു സെക്ഷനാണ്. പിന്നെ എരിവായതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. 3 ഇടിയപ്പം എനിക്ക് കിട്ടിയുള്ളൂ. വയറ് നിറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എരിവായതുകൊണ്ട് ഞാൻ കറി കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റാണ് ഇന്ന് കഴിക്കുന്നത് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ഹോസ്റ്റലിലെയും എൻ്റെ 14 ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അതിൽ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും എനിക്ക് ശരിയായിട്ട് എഡിറ്റ് ചെയ്യണം എന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് അത് ഞാൻ ചെയ്യാതിരുന്നത്. പിന്നെ ഇപ്പം ശരിക്കും സമയം ഒരു 9:30 ആയി കാണും. രാത്രി 9:30 ഞാൻ വ്ളോഗ് ചെയ്യുവാണ്. കാരണം എനിക്ക് നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരണമെന്ന് എനിക്ക് തോന്നി. അതിൽ ഇന്നലെ 6 മണിക്കാണ് ഞാനിവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി എടുക്കാനുണ്ടായിരുന്നു. അതെടുത്തു. അത് കഴിഞ്ഞ് ഇന്നലെ ഒരു 8:30ക്കാണ് രാത്രിയിലത്തെ ഫുഡ് വരുന്നത്. നല്ല ദോശയും ചമ്മന്തിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല അത്രയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി. നല്ല കൊതുകടി ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റുകാർക്ക് ഇങ്ങനെ കൊതുകടിയും അലർജീസും കുറച്ച് കൂടുതലാണ്. നിങ്ങൾ ആരൊക്കെയാണ് ഓപ്പോസിറ്റ് എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റു, ബാക്കി വർക്കൊക്കെ ചെയ്തു. ശരിക്കും ഹോസ്റ്റലിലെ അനുഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മൾ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരോട് സംസാരിക്കണ്ട, എന്ത് റൂമിൽ കയറണോ, ബാത്റൂം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കുറേ ബാത്റൂംസ് ഉണ്ടായിരിക്കും. അത് ആർക്കൊക്കെയാണ് അലോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമിങ്, പിന്നെ ഇവിടെ സമയം പോകുന്നത് അറിയാൻ പറ്റില്ല. ആദ്യം ഫസ്റ്റ് ഡേ വന്നപ്പോൾ എനിക്ക് സമയം കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ വർക്കിന് പോയതുകൊണ്ട് എനിക്ക് സമയം തീരെ കിട്ടുന്നില്ല. അതാണ് ഇത്രയും സമയം ലേറ്റായത്. പിന്നെ ഓഫീസിലെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരുന്ന അതേ വർക്ക് തന്നെ അതിലൊരു സെക്ഷനാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൽ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ നോക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ് ജോലി കിട്ടിയത് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് അത് ഈ 14 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റിവീൽ ചെയ്യാം. പിന്നെ ഞാൻ ഏത് ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസും ഞാൻ ആ ഒരു ടൈം ആകുമ്പം റിവീൽ ചെയ്യാം. ഇപ്പം നിങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് കാണുക. എനിക്ക് നിങ്ങളെ അറിയിക്കേണ്ടതാണ് എങ്ങനെയാണ് എന്താണ് വരുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ എന്നെപ്പോലെ സ്റ്റക്കായിട്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ സ്റ്റക്കായി നിന്നിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കുവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ മാറി നിൽക്കണോ വേണ്ട എന്നുള്ളൊരു പേടി നിൽക്കുകയാണ്, വേറൊരു ജോലിക്ക് പോകണോ വേറൊരു സ്ഥലത്തോട്ട് പോകണോ എന്നുള്ളൊരു പേടി നിൽക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. റിസ്ക് എടുത്താൽ മാത്രമേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാനിപ്പം എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ആവുന്നുണ്ട്. എനിക്ക് ഇതിനൊക്കെ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എനിക്കതെല്ലാം ഇപ്പം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേടിയെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും കുറേ പേരുടെ ഹെൽപ്പുണ്ട് ഇതിന് പിന്നിൽ. ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ പിന്നിൽ കുറേ പേരുടെ ഹെൽപ്സ് ഉണ്ട്. ആ ഹെൽപ്പെല്ലാം ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. പ്ലസ് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ എനിക്ക് കുറച്ച് ഇമോഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഐ ആം ഫൈൻ. ഇന്ന് ജോലിയുടെയും ഓവറാൾ ഇന്നത്തെ ഒരു ഡേ വന്ന് നോക്കുവാണെങ്കിൽ നല്ലതാണ്.
പിന്നെ നിങ്ങൾക്ക് ഞാൻ ഓഫീസിൽ പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും ഒരു വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാത്തത് എനിക്ക് തീരെ സമയം കിട്ടിയില്ല. കാരണം ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഭയങ്കര വറീഡായിട്ടാണ് പോയത്. എന്ത് സംഭവിക്കും, എന്തായിരിക്കും റിയാക്ഷൻ, അങ്ങനെ കുറച്ച് ടെൻഷനിലായിരുന്നു പോയത്. തിരിച്ചു വന്നപ്പോഴും ശരിക്കും 6:30 അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി കോളും വിളിച്ചിട്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതും വീഡിയോ എടുത്തില്ല. എന്നാലും കുറച്ച് ഹോസ്റ്റലിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ, പിന്നെ നടന്നു പോകുന്നതിൻ്റെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ ഇന്നലെ ഓട്ടോയിലാണ് ഞാൻ ഹോസ്റ്റലിൽ വന്നത്. അതിൻ്റെ കുറച്ച് വ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓവറാൾ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയായിരുന്നു, ഡേ 1 ഹാപ്പിലി കംപ്ലീറ്റഡ്. ഭയങ്കര ടെൻഷൻസ് ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ പൂരിയും കിഴങ്ങറിയുമായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് പച്ചരിച്ചോറും പിന്നെ ഫ്രൈഡ് റൈസ് പോലെ, അതും നോർമൽ ഫ്രൈഡ് റൈസ്, പിന്നെ ചിക്കൻ കറിയുമായിരുന്നു. അതിൻ്റെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കറി ഇടിയപ്പവും പിന്നെ ഉള്ളിക്കറിയുമായിരുന്നു. പക്ഷെ ഉള്ളിക്കറിക്ക് ഭയങ്കര എരിവായിരുന്നു, എനിക്കത് പറ്റിയില്ല. പിന്നെ ഇവിടുത്തെ ഫുഡ് എനിക്ക് അങ്ങനെ പിടിക്കുന്നില്ല, കുഴപ്പമില്ല എന്ന് പറയാം. ഇനിയും അടുത്ത ഡേയ്സിലെ വ്ളോഗ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കൂടുതലും ചിലപ്പം ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കാം. പിന്നെ മാക്സിമം ഞാൻ വേറെ വിഷ്വൽസ് ആഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ എൻ്റെ മാത്രമല്ല ബാക്കിയുള്ളവരുടെയും കൂടെ പ്രൈവസി ഞാൻ മാനിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു വ്യൂസ് കിട്ടില്ലായിരിക്കാം. ഞാൻ മാക്സിമം വീഡിയോസ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം once again, thank you for watching my videos and please wait for the next update. Bye bye.